ഹിൻഡൻബർഗിനെ അത്ര പെട്ടെന്ന് ഇന്ത്യക്കാര് മറക്കില്ല. ലോകത്തിലെ ആഗോള കോടീശ്വര പദവിയിൽ നിന്നും ഗൗതം അദാനിയെ വലിച്ചു താഴെയിട്ട ഹിൻഡൻബർഗ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയ പുകല ആരും മറക്കാനും ഇടയില്ല. നാഥൻ ആൻഡേഴ്സ് എന്ന വ്യക്തിയുടെ കീഴിലാണ് ഓഹരി വിപണിയെക്കുറിച്ച് പഠനം നടത്തുന്ന ഹിൻഡൻബർഗ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. പല പ്രമുഖ കമ്പനികളുടെയും കുറിച്ചുള്ള വിശദമായ ഗവേഷണങ്ങൾ നടത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് ഹിൻഡൻബർഗ് പലതവണ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയ അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള പഠനമാണ് ഇന്ത്യയിൽ ഹിൻഡൻബർഗിനെ കൂടുതൽ പ്രശസ്തമാക്കിയത്. വിപണി മൂലധനം ഏകദേശം $86 ബില്യൺ, അതായത് 8600 കോടി രൂപയാണ് കുറഞ്ഞത്. ഇതേ ഹിൻഡൻബർഗിന്റെ എക്സിൽ മണിക്കൂറുകൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ഇന്ത്യൻ ആഗോള ഭീമന്മാരുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച വലിയ ബോംബ് തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഉടൻ തന്നെ അത് പുറത്തുവിടും എന്നുമാണ് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടുന്നത്. അദാനിയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വൻ കോളിളക്കം സൃഷ്ടിച്ച ഹിൻഡൻബർഗിന്റെ പോസ്റ്റ് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. അദാനിയെ തന്നെ ഒന്നായി ഹിൻഡൻബർഗ് വിഴുങ്ങാൻ പോവുകയാണെന്ന് ഏറിയ പങ്കും ആളുകൾ പറയുന്നത്. മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ വലിയ പദ്ധതികൾക്കാണ് അദാനി ഇന്ത്യയിൽ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഈ പദ്ധതികൾക്ക് അടക്കം ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പാരയാകുമോ എന്നും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. അദാനി അല്ലെങ്കിൽ അംബാനി എന്നാണ് മറ്റൊരു കൂട്ടർ വാദിക്കുന്നത്. ഹിൻഡൻബർഗ് രഹസ്യ നീക്കം നടത്തണമെങ്കിൽ എതിരാളി സർവശക്തനായിരിക്കണം. അദാനി അല്ലെങ്കിൽ അംബാനി, ഈ രണ്ട് പേരുകളാണ് ഹിൻഡൻബർഗിന്റെ ഇരകളുടെ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നത്. എക്സ്പോസ്റ്റ് വന്നതിന് പിന്നാലെ പല ചർച്ചകളിലും അംബാനിയെ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. സമ്പത്തിന്റെ കാര്യത്തിൽ അദാനിക്ക് മുകളിലാണ് അംബാനിയുടെ സ്ഥാനം. അതുകൊണ്ട് അദാനിയെ വിട്ട് ഇക്കുറി അംബാനിയെ ഹിൻഡൻബർഗ് പിടിച്ചുവെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദാനിയെ ഈ ഏജൻസി പൂട്ടിയത് ഇങ്ങനെയാണ്. പുതിയ ഓഹരിയിലൂടെ വിപണിയിൽ നിന്നും സമാഹരിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിച്ച 2023 ജനുവരി 27 അദാനി എക്സ്പ്രസ് കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ബോംബ് പൊട്ടിയത്. 2023 ജനുവരി 24 അമേരിക്കൻ ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് റിസർച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതോടെയാണ് കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞത്. ഓഹരികളിലെ കൃത്രിമം, അക്കൗണ്ടിംഗ് തട്ടിപ്പ് തുടങ്ങി അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കെതിരെ ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിലുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ അദാനി ഓഹരികൾ കൂപ്പുകുത്തി. 2023 ജനുവരി 27 മാത്രം ഗൗതം അദാനിയുടെ ആസ്തിയിൽ നിന്നും $280 കോടി, അതായത് ഏകദേശം 1.70 ലക്ഷം കോടി രൂപ കൊഴിഞ്ഞു പോയിരുന്നു. അദാനി ഹിൻഡൻബർഗ് വിവാദം കെട്ടടങ്ങിയപ്പോഴേക്കും വിപണി മൂല്യത്തിൽ മാത്രം അദാനിക്ക് നഷ്ടമായത് 4.61 ലക്ഷം കോടി രൂപയാണ്. ഇത്തവണ ആരുടെ പോക്കറ്റാണ് ഹിൻഡൻബർഗ് കാലിയാക്കുന്നതെന്നും അറിയുവാനാണ് രാജ്യം ക്ഷമയോടെ കാത്തിരിക്കുന്നത്.